അസ്സലാമു അലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒരു ചുളിവ് വിലക്ക് അതിമനോഹരമായ വൈക്കടവ് പഞ്ചായത്തിൽ ആകെ 12 സെന്റ് സ്ഥലം, വെള്ള സൗകര്യമുണ്ട്, കിണറുണ്ട്, പിന്നെ കുഴൽക്കിണറുണ്ട്. രണ്ടും ഉപയോഗമുള്ള നല്ലൊരു അതിമനോഹരമായ ഒരു ഓടിട്ട വീട്. ആരും ആഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഓടിട്ട വീട്. അത് കറുത്ത റോഡിൽ നിന്ന് നല്ല ഒരു ബസ് റൂട്ട് റോഡാണത്. അല്ല, ബസ് റൂട്ട് വണ്ടി കൊണ്ടോ അല്ല, കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ്. പിന്നെ നമുക്കൊരു തേങ്ങക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട. വീടിന്റെ തൊട്ടടുത്ത് തന്നെ 2 ഫ്രണ്ട് ഭാഗത്ത് അടിപൊളി 2 കായ്ക്കുന്ന നല്ല സൂപ്പർ തെങ്ങ് ഇതിലുണ്ട്. ഈ വീട് ഞാൻ കയറാണ് വേണ്ട, വണ്ടികൾക്ക് കയറാനുള്ള 2 സ്ലാബ് 3 സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഉസാറായിട്ട് നമുക്ക് മുകളിലേക്കാണ് കയറ്റി നമുക്ക് വണ്ടി ഇവിടെ നിർത്താനും നല്ല സൗകര്യമുണ്ട്. പിന്നെ നല്ല മാവുണ്ട്, നല്ല അടിപൊളി ഒരു മരം, ഒരു മാവ് ഇടത്തിലുണ്ട്. നല്ല വിശാലമായ നല്ലൊരു സൗകര്യം. വലതുഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ കുഴൽക്കിണറിന്റെ ഇതൊക്കെ നേരെ നമ്മൾ പൈപ്പ് ഇതാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. കിണറ്റത്തെ വെള്ളം ഇപ്പോൾ അവർ ഉപയോഗിക്കണില്ല. കിണറുണ്ട്, കുഴൽക്കിണറുണ്ട്. അപ്പം അതൊന്ന് ശുദ്ധിയാക്കുകയാണെങ്കിൽ അത് നല്ല ഉപയോഗിക്കാം. അവരിപ്പോൾ ആ കിണറ്റിലേക്ക് വല്ലാതെ ശ്രദ്ധയില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളുണ്ട്. വീടിന്റെ വലതുഭാഗത്താണ് ബാത്റൂം, പുറത്ത് രണ്ടും. അതേമാതിരി നമ്മൾ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റ് പോകാനുള്ള നല്ല സൗകര്യത്തിന് നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. ഏത് ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കൂര കിട്ടുന്നെങ്കിൽ, ഒരു വീട് കിട്ടുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. വീടുകളെ കണ്ടോളിട്ടോ, ഒരു ഭാഗത്തൊരു കംപ്ലൈന്റ് പ്രശ്നങ്ങളില്ല. പഴയ കാതിലുള്ള മരം തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ലൊരു കുറ്ററപ്പിൽ തന്നെയാണ് വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറിയപ്പോഴാണ് എൻ്റെ ഒരു വിശാലമായ ഒരു സൗകര്യം നമുക്ക് അറിയുന്നത്. കണ്ടോ, ഉള്ളിലേക്ക് കയറിയപ്പോൾ ഹാൾ ഉണ്ടല്ലോ, ആളുകൾക്ക് വന്നിരിക്കാനുള്ള ലിവിൻ ഹാള്, നല്ല സൗകര്യമുണ്ട്. പണ്ടൊക്കെ ഇപ്പൊക്കെ ഈ സാധനം എവിടെ കാവിട്ടത് കാണുന്നതൊക്കെയാണ്. എന്താ അതിന്റെ കൂളിങ്, തണുപ്പ്, നല്ല അടിപൊളി ഒരു വീട് തന്നെ. അതിന്റെ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റത്തെ റൂമാണ് കാണുന്നത്. റൂം നല്ല വിശാലമായ നല്ല റൂമ്. മുഴുവാത്ത് ചെറുതായിട്ട് സീലിംഗ് ചെയ്ത മാതിരി തുണി കൊണ്ട് നല്ല മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് ഇതിനുള്ളിലേക്ക് പോകുന്ന, ഇതിനുള്ളിൽ മോൻ കിടക്കണോണ്ട് അവന് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് രണ്ടാമത്തെ റൂം ഞാൻ കാണിച്ചില്ല. മൂന്നാമത്തെ റൂം. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ഈ 3 റൂമിന് ഇതിലേക്ക് ബാത്റൂം ഉണ്ടോ എന്ന് ചോദിക്കുക. നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ തന്നെ ഉണ്ട്. ഉണ്ടെങ്കിൽ നല്ല വിശാലമായ നല്ലൊരു ബാത്റൂം തന്നെ. ഇതൊക്കെ അടിപൊളിയായിട്ട് ബാത്റൂമും, അത് ഓടിട്ട വീടാണെന്ന് നോക്കണ്ടെങ്കിൽ നല്ല സൗകര്യമുണ്ട് ഉൾഭാഗം. അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കഴിവിന്റെ പരമാവധി ഓടിട്ട വീടുകളൊക്കെ, വൃത്തിയില്ലാത്ത വീടുകളൊക്കെ ഞങ്ങൾ വിടലാണ്. അങ്ങനെ 3 റൂം. വീടിന്റെ ഹൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. കണ്ടോ, മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുള്ള, ഒരു ഭാഗത്ത് ചതലോ കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ലൊരു, പിന്നെ നമ്മൾ നേരെ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു കിച്ചണിലേക്കാണ് ആക്കി. നല്ല ഒതുക്കമുള്ള ഒരു അടുക്കള തന്നെ നമുക്ക് പറയാം. ആളുകൾക്ക് പാത്രം കൈകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി ഇതൊക്കെ നമുക്ക് സാധാ അടുപ്പാണ് ഇതിലുള്ളത്. നല്ല റാക്കുകൾ, നമുക്ക് ടിന്നുകളൊക്കെ എടുത്ത് വെക്കാനും നല്ല സൗകര്യമുണ്ട്. ഇനി സ്ത്രീകൾക്ക് 2 ആൾക്ക് നിന്നിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിലും അതുമാതിരി ഒരു സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഓടിട്ട വീടിലാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്ക് വെള്ളം ഇത് അത്യാവശ്യം നല്ല നമുക്ക് 2 മോട്ടറും കിണറ്റത്തും 2 മോട്ടറിന്റെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നേരെ നമ്മളൊരു സ്റ്റോർ റൂം ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജ് തൊട്ടിപ്പുറത്ത് തന്നെ ഫ്രിഡ്ജ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള, നമുക്ക് ഒരു സ്റ്റോർ റൂം വേണമെങ്കിൽ റൂം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാനും. പിന്നെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അടിപൊളി ഒരു കിണർ. നിങ്ങൾ കാണുമ്പോൾ തോന്നിയത് മലഞ്ചെരിവാണൊക്കെ ചൂട്. അല്ലട്ടോ, മുകൾ ഭാഗത്ത് ഒരു വ്യക്തിന്റെ റബ്ബറാണ് കാണുന്നത്. അത് കുറച്ചൊരു ചെറിയൊരു പൊക്കമുണ്ടെന്നുള്ളൂ. അതിൽ ഹൈറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു മലഞ്ചെരിവ് അങ്ങനത്തെ സ്ഥലങ്ങളെ ഏരിയ അല്ല. പിന്നെ ഫോറസ്റ്റ് ഏരിയ അല്ല, നല്ലൊരു വിശാലമായ നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം. പൂള് ഏകദേശം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക്. പിന്നെ എല്ലാം കൊണ്ട് സൗകര്യം, ചർച്ചായാലും അമ്പലമായാലും എല്ലാം. അതും വീടുകളിലെ ഏരിയ കേട്ടോ. അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. ആർക്കെയൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ഇതിന്റെ വില അറിയേണ്ടെങ്കിൽ ആകെ നമ്മൾ എത്ര ചോദിക്കുന്നുള്ളൂ? 12.5 ലക്ഷം രൂപ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവിന്റെ പരമാവധി ആയിട്ട് കുറച്ച് പറഞ്ഞത്. എത്ര സെന്റാണ്? 12 സെന്റ് സ്ഥലം. അത് കുഴപ്പമില്ലാത്ത നല്ലൊരു വീട്. ആകെ ചോദിക്കുന്നത് 12.5 ലക്ഷം രൂപയാണ്. പിന്നെ ചിമ്മതി വല്ലാതെ കുറയെന്ന് പറഞ്ഞാൽ ആരും വരാൻ നിൽക്കട്ടെ. ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് ഇതിലേക്ക് വണ്ടികൾ വരാൻ കഴിയുമോ, വീട്ടിലേക്ക് എത്രമാത്രം വഴിയുണ്ടൊക്കെ നമ്മൾ നോക്കും. വെള്ളമുണ്ട്, അതേമാതിരി വണ്ടി വാഹനങ്ങളൊക്കെ എത്താനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു കിടിലം വീട് തന്നെ, നല്ലൊരു വീട് തന്നെ പറയാം. അപ്പൊ അടിയിൽ 2 നമ്പർ എഴുതി കാണിക്കും. നിങ്ങൾ ആ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.